ഹായ്, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്നൊരു കമൻറ്റ്, ഇന്നല്ല കുറച്ചായിട്ട് കണ്ടൊരു കമൻറ്റ്. അപ്പം ഞാൻ അതിനെപ്പറ്റി സംസാരിക്കണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. പിന്നെ അത് പറ്റലില്ല, വേണോ വേണ്ടേന്നൊക്കെ വിചാരിക്കും, ഇത് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. പക്ഷേ എന്തോ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയി അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളായതുകൊണ്ട് എനിക്ക് തോന്നി ചിലപ്പോൾ ഈ ഒരു ടോപ്പിക്ക് സംസാരിച്ചുകൊണ്ട് ആരെങ്കിലും അത് ഹെൽപ്പായാലോ, ആരെങ്കിലും ഒരു ആശ്വാസമായാലോ. അപ്പോൾ ഈ കമൻറ്റിൽ പറയണത് ഈ ഒരു ഒറ്റപ്പെടലാട്ടോ. ഇവിടെ നമുക്ക് പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ, പുതിയ കാലാവസ്ഥ എല്ലാം പുതിയതാണ്. നമ്മളെ വീട് മിസ് ചെയ്യുക, ഫങ്ഷൻസും കാര്യങ്ങളും മിസ് ചെയ്യുക, പലതും നമുക്ക് മിസ് ചെയ്യുക. അപ്പം ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടല്ലേ നമ്മളിവിടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ അതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത പോലെ. അത് നമ്മൾ തന്നെ മാറ്റിയെടുക്കണം. കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട്, ചില ആൾക്കാർക്ക് ഫുഡ് കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ മൂവീസ്, അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ്, അല്ലെങ്കിൽ പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകുന്നത് ഇഷ്ടമാണ്. അങ്ങനെ അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ടാവുമല്ലോ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കിൻ കെയർ, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക. ഞാനിപ്പോഴും എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണ ഒരു കാര്യം കേട്ടോ. മറ്റുള്ളവർ നമ്മളെ സന്തോഷിപ്പിക്കുന്നതിലുപരി ഞാൻ സ്വയം എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ തന്നെ നമ്മളെ സന്തോഷം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊക്കെ എന്താ പറയുക, കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് കുറച്ച് ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. ഫ്ലാറ്റിൽ അപ്പുറത്ത് ആരാന്ന് പോലും എനിക്കറിയില്ല. രാത്രി ആയിരിക്കും പണി കഴിഞ്ഞ് ഹസ്ബൻഡ് വരാം. അപ്പോൾ അതൊക്കെ അന്നൊക്കെ ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വിചാരിക്കും അന്നൊക്കെ എനിക്ക് എന്തൊക്കെ ചെയ്യണേ, വെറുതെ ഇരുന്ന ടൈം വേസ്റ്റ് ചെയ്തെന്നൊക്കെ. അപ്പോൾ ഒന്നില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ എനിക്ക് പേടിയാണ്. പുറത്തൊന്ന് കുറച്ചൊന്ന് ഇറങ്ങി കാറ്റൊക്കെ കൊണ്ട് പുറത്തത്തെ ഒരു അറ്റ്മോസ്ഫിയറും വേറെ തന്നെയാണ്. റൂമിൽ തന്നെ അടച്ചിരിക്കാതെ കുറച്ച് നന്നായിട്ടൊന്നും ബ്രീത്ത് എക്സസൈസൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ബ്രീത്ത് എക്സസൈസ്, വർക്കൗട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമുക്ക്. ഇനി കുട്ടികളുള്ളവരാണെങ്കിൽ അതും അമ്മക്ക് സന്തോഷം തരുന്ന എന്താണെന്ന് നിങ്ങൾ ആദ്യം കണ്ടെത്തണം. എന്നിട്ട് അത് ചെയ്താൽ കുറേ പ്രശ്നങ്ങളൊക്കെ തീരും. പിന്നെ നമ്മളിങ്ങനെ മനസ്സിലങ്ങനെ തന്നെ വിചാരിച്ച് നിൽക്കുമ്പോൾ നെഗറ്റീവ് അടിക്കുമ്പോൾ നെഗറ്റീവേ ആകുള്ളൂ. അത് പോസിറ്റീവായിട്ട് എടുക്കുക. കാരണം എത്രയോ ആൾക്കാർക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് ഫിനാൻഷ്യൽ സ്റ്റേബിൾ ഇല്ലാത്തതിനെ കൊണ്ട് വരാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ടല്ലോ. അപ്പം നമുക്ക് കിട്ടിയൊരു ചാൻസ്, ചില ആൾക്കാർ നമ്മളെ നോക്കിയിട്ട് പറയണ്ടാവും, എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ് കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്ന്. അപ്പം നമുക്ക് കിട്ടി കിട്ടിയൊരു എങ്ങനെയൊക്കെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കുക. അപ്പം അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബായ്.